ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ദോശ അല്ലെങ്കിൽ പാൻ കേക്ക് എന്നുള്ള രീതിയിലാണ്. അതിൻ്റേതായിട്ടുള്ള ഫില്ലിങ്ങിൽ വരുന്നത് നമ്മുടെ നേന്ത്രക്കായ, തേങ്ങ, ശർക്കര. ആദ്യം ഗോതമ്പ് പൊടി കുറച്ച് ഏലക്കപ്പൊടിയുമായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ രൂപത്തിലേക്ക് ആക്കുക. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ച് ബാറ്റർ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. ചില ഗോതമ്പ് പൊടിക്ക് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അതുകൊണ്ട് ഒരു പ്രത്യേകതരം മെഷർമെൻറ്റ് ഇതിൽ നല്ലതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഏതായാലും നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്കിതിൽ വേണ്ടത്. ഇത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു വിസ്ക് എടുത്ത് അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററായി കഴിഞ്ഞു. ലംസ് ഒന്നുമില്ല. ഈ ബാറ്ററിലേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് മാത്രം കുറച്ച് ശർക്കര ചേർക്കേണ്ടതാണ്. കാരണം ഇതിൽ ശർക്കര അലിഞ്ഞ് ചേരും പെട്ടെന്ന്. അപ്പോൾ ആ ശർക്കര നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ശർക്കരയുടെ ഒരു ടെക്സ്ചർ അവിടെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ആ ശർക്കര ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ഉണ്ട്. ആ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ ഒരു നല്ല കളറ് കിട്ടും. അപ്പോൾ കാണുമ്പോൾ ഒരു അപ്പിറ്റൈസിങ് ലുക്ക് ഉണ്ടാവും അതിന്. ഇതിൻ്റെ ഗോതമ്പ് പാൻ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ശർക്കര ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് ഇത് ഇടുന്നതിന് മുമ്പ് കുറച്ച് നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പാൻ കേക്ക് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ് ഒന്ന് മറച്ചിടേണ്ട ആവശ്യമുണ്ട്. ആ സൈഡും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലോസ് ചെയ്യാം. ഇനി ഈ ദോശയുടെ ഉള്ളിലുള്ള ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുഴുങ്ങിയ നേന്ത്രപ്പഴം, കുറച്ച് തേങ്ങ ചിരകിയത്, ഇഞ്ചിയുടെ പൊടി, നെയ്യ്, ശർക്കര എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഇത് വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഇതിനെ നമ്മുടെ പാൻ കേക്കിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ പാൻ കേക്ക് മുരിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഇടാം. വളരെ ലളിതമായി ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. വൈകുന്നേര സമയങ്ങളിലോ രാവിലെ ടീ ടൈമിലോ എല്ലാം ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി ഉണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. ഗോതമ്പ് പാൻ കേക്ക് ആൻഡ് തേങ്ങയും നേന്ത്രക്കായും ഉള്ള മിക്സ്ചർ.